നമസ്കാരം, എൻ്റെ പേര് അമ്പിളി. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി, അതിലെ യൂണിറ്റ് 3 കർമ്മോത്സുകതയുടെ ലാവണ്യമുദ്രകൾ, അതിലെ 2ാമത്തെ പാഠം. പാഠത്തിൻ്റെ പേര് അച്യുതം മാമ. ഈ പാഠം ഇതൊരു കഥയാണ്. ഈ കഥ എഴുതിയിരിക്കുന്നത് KP രാമനുണ്ണിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് ചില കാര്യങ്ങളൊന്ന് നോക്കാം. ഇന്നത്തെ മനുഷ്യന്റെ ജീവിതം എത്ര തിരക്ക് പിടിച്ചതാണ്. ആരെങ്കിലും വളരെ പതുക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? എവിടെ നോക്കിയാലും തിരക്കോട് തിരക്ക് തന്നെ. നമ്മൾ ഏതെങ്കിലും ഒരു നഗരത്തിലെത്തിയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവരെല്ലാവരും നടക്കുകയല്ല, ഓടുകയാണ്. എന്തിനോ വേണ്ടി പരക്കം പായുകയാണ്. എവിടെയും അവർക്ക് തിരക്കാണ്, സമയമില്ല. ഒരു സാധനം വാങ്ങാൻ ഒരു കടയിൽ ചെന്നാൽ അവിടെ അവർ തിരക്ക് കൂട്ടുന്നു. പെട്ടെന്ന് അവർക്കത് വാങ്ങിച്ച് പോകണം. റോഡിലൂടെ പോകുന്ന വാഹനങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്ത് വേഗതയിലാണ് അവയെല്ലാം പായുന്നത്. വളരെ പതുക്കെ പോകുന്ന വാഹനങ്ങൾ വിരളമാണ്. ഇങ്ങനെ അമിത വേഗം മൂലം എത്രയോ അപകടങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ജീവിതത്തിലെ തിരക്ക്, അതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരു കഥയാണ് അച്യുതം മാമ. നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം. പാഠം തുടങ്ങുന്നതിന് മുൻപ് ഒരു 3 വാക്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. കാണാതെ പോകുന്ന കാഴ്ചകൾ, കേൾക്കാതെ പോകുന്ന ശബ്ദങ്ങൾ, പറയാതെ പോകുന്ന വാക്കുകൾ. തിരക്കുകൊണ്ട് സംഭവിക്കുന്നതാണ് ഇതെല്ലാം. കാണേണ്ട കാഴ്ചകൾ പലപ്പോഴും നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നില്ല. കേൾക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തിരക്കുമൂലം കേൾക്കാതെ പോകുന്നു. പറയേണ്ട കാര്യങ്ങൾ നമുക്കവരോട് പറയണം, പക്ഷേ ആ പറയേണ്ട കാര്യങ്ങൾ നമ്മുടെ സമയക്കുറവ് മൂലം നമ്മൾ പറയുന്നില്ല. ശരിയല്ലേ? ഈ 3 വാക്യങ്ങളും എത്ര അർത്ഥവത്താണ് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച്. ഇനി നമുക്ക് നമ്മുടെ അച്യുതം മാമ എന്ന കഥയിലേക്ക് പോകാം. അച്യുതം മാമ എന്ന കഥയിലേക്ക് നമുക്ക് പോകാം. രാവിലെ കൃത്യം 7 മണിക്കാണ് അച്യുതം മാമ പ്രത്യക്ഷപ്പെട്ടത്. അതും തിങ്കളാഴ്ച രാവിലെ. ഇവിടെ ഈ കഥയിലെ കഥാനായകനാണ് മാധവൻ. മാധവൻ ഒരു സ്വകാര്യ കമ്പനിയിലെ വലിയ ഉദ്യോഗസ്ഥനാണ്. അയാൾക്ക് ജോലി സംബന്ധമായി വലിയ തിരക്കാണ് എപ്പോഴും. ഇവിടെ അച്യുതം മാമ മാധവന്റെ വീട്ടിൽ രാവിലെ 7 മണിക്ക് എത്തിയിരിക്കുന്നു. അതും തിങ്കളാഴ്ച. തിങ്കളാഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണ്? തലേ ദിവസം ഞായറാഴ്ചയാണ്, അവധിയാണ്. അവധി കഴിഞ്ഞു വരുന്ന ദിവസം തിങ്കളാഴ്ച എല്ലാത്തിനും ഒരു തിരക്കായിരിക്കും. ആ തിരക്കിനിടയിലാണ് അച്യുതം മാമ മാധവനോട് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. മാധവനാണെങ്കിൽ തിരക്കിന്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിന്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയമാണത്. എന്നുവെച്ചാൽ ഒട്ടും സമയമില്ല. ആ ഉള്ള സമയം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്ത് കമ്പനിയിലേക്ക് ഓടണം. ആ തിരക്കിലാണ്. ആ സമയത്താണ് നമ്മുടെ അച്യുതം മാമ അവിടെ എത്തുന്നത്. ഒരുപാട് ദിവസമായല്ലോ അച്യുതം മാമയെ കണ്ടിട്ട് എന്ന ആശ്ചര്യത്തിനിടയിലും എനിക്ക് തോന്നിയത് വികർഷണമായിരുന്നു. സ്വാഭാവികമല്ലേ? നമ്മൾ വലിയ തിരക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ നമുക്കതൊരു തടസ്സം തന്നെയാണ്. അവരോട് സംസാരിച്ച് സമയം നഷ്ടപ്പെടും. ഇവിടെ അച്യുതം മാമ വന്നിട്ട് ഒരുപാട് ദിവസമായല്ലോ എന്ന് ആശ്ചര്യപ്പെടുന്നുണ്ടെങ്കിലും ആ സമയത്ത് കയറി വന്നതിൽ ഒരല്പം നീരസം, മനസ്സിൽ ഒരു ഇഷ്ടക്കേട് മാധവന് തോന്നുന്നു. ഒരു വികർഷണമായിരുന്നു, ഒരു വലിച്ചകറ്റലായിരുന്നു. ബാല്യകാല സ്വപ്നങ്ങളുടെ അച്ചുതണ്ടായിരുന്ന അച്യുതം മാമയ്ക്ക് ഒരു കുഴപ്പമുണ്ട്.
ഇവിടെ മാധവൻ അച്യുതമാമയെ വിശേഷിപ്പിക്കുന്നത് നോക്കൂ, തന്റെ ബാല്യകാല സ്വപ്നങ്ങളുടെ അച്ചുതണ്ട്. എന്താണ് അച്ചുതണ്ട്? നമുക്കറിയാം, ഭൂമിക്ക് ഒരു അച്ചുതണ്ടുണ്ട്. ആ അച്ചുതണ്ടിൽ ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഭൂമിശാസ്ത്രത്തിൽ ഭ്രമണം പരിക്രമണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ആ കറങ്ങലിനെ സഹായിക്കുന്നത് ആ അച്ചുതണ്ടാണ്. ഇവിടെ നമ്മുടെ മാധവന്റെ ബാല്യകാലത്തെ എല്ലാ സ്മരണകളും ഈ അച്യുതമാമയോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. കുട്ടിയായിരുന്ന മാധവന് എല്ലാവിധ സംരക്ഷണവും നൽകിയിരുന്നത് അച്യുതമാമയായിരുന്നു എന്നതാണ് ഇതിന്റെ കാരണം. പക്ഷേ ഈ അച്യുതമാമയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ് ആ കുഴപ്പം? നമുക്കൊന്ന് നോക്കാം. ഒരു കാര്യം പറഞ്ഞൊപ്പിക്കാൻ അതിന്റെ മുജ്ജന്മ സുഹൃതങ്ങളിൽ നിന്ന് തുടങ്ങി പശ്ചാത്തല വർണ്ണന കഴിഞ്ഞ് രംഗമെല്ലാം കൊഴുക്കണം. എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമ്മുടെ അച്യുതമാമ ഒരു കാര്യം പെട്ടെന്ന് പറയുകയില്ല. ആ കാര്യം പറയണമെങ്കിൽ അതിനു മുൻപും പിൻപും ഉള്ള പല കാര്യങ്ങളും കൂട്ടിയിണക്കിയാണ് പറയുക. ഷേവിംഗ് മാത്രം നടത്തി കുളി ഒഴിവാക്കിയാൽ തന്നെ ഓഫീസുകാർ ഗേറ്റിനരികിൽ വന്ന് ഹോൺ മുഴക്കുമ്പോഴേക്കും ഒരുങ്ങാൻ കഴിയാറില്ല. മാധവന്റെ കാര്യമാണ്. രാവിലെ ഷേവിംഗ് ഒക്കെ ചെയ്തു, പക്ഷെ കുളിക്കാൻ സമയമില്ല. കുളിക്കാൻ കൂടി പോയാൽ ഓഫീസ് വണ്ടി എത്തുമ്പോഴേക്കും റെഡി ആവുകയില്ല. അതുകൊണ്ട് കുളി ഒഴിവാക്കിയിട്ട് നിൽക്കുകയാണ് മാധവൻ. നിമിഷങ്ങളെ ഇങ്ങനെ അരിച്ചു പെറുക്കുന്ന ആ പ്രഭാത രാശിയിൽ പ്രാതൽ സമയത്തിൽ നിന്നും 2 മിനിറ്റ് കടമെടുക്കാമെന്ന് നിരൂപിച്ച് അച്യുതമാമയെ ഞാൻ ആശ്ലേഷിച്ചു. അച്യുതമാമ ആ സമയത്ത് വന്നത് ബുദ്ധിമുട്ടാണ്, വളരെ ശരിയാണ്. പക്ഷേ ഇവിടെ മാധവൻ സമയം കണ്ടെത്തുകയാണ്. താൻ പ്രാതൽ കഴിക്കുന്ന സമയം, പ്രഭാത ഭക്ഷണം കഴിക്കുന്ന സമയത്തിൽ നിന്ന് 2 മിനിറ്റ് കടമെടുത്ത് അച്യുതമാമയോട് സംസാരിക്കാൻ പോകുന്നു. അങ്ങനെ അദ്ദേഹത്തെ ആശ്ലേഷിച്ചു. എന്നിട്ട് വീട്ടിനകത്തേക്ക് സ്വീകരിച്ചിരുത്തി. ഭാര്യയോട് പറഞ്ഞു, അച്യുതമാമയ്ക്ക് ചായ കൊടുക്ക്. എന്നിട്ട് നമ്മുടെ മാധവൻ ആ പഴുതിൽ ഒരു ഫ്രഞ്ച് വാഷെങ്കിലും അടിക്കാമെന്നായിരുന്നു കണക്കുകൂട്ടൽ. 9 മണിക്ക് തുടങ്ങുന്ന കോൺഫറൻസിനുള്ള ഡാറ്റ ഓഫീസിലെത്തും മുമ്പ് ഞാൻ വിഴുങ്ങേണ്ടതുണ്ട്. ജോലിയുടെ തിരക്ക് നോക്കൂ. അന്ന് 9 മണിക്ക് ഓഫീസിൽ ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട്. ആ കോൺഫറൻസിൽ പറയേണ്ട കാര്യങ്ങൾ 9 മണിക്ക് ഓഫീസിൽ എത്തുന്നതിന് മുൻപ് മാധവന് പഠിക്കണം, മനസ്സിലാക്കണം. അത് പൂർണ്ണമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ കോൺഫറൻസിൽ മറ്റുള്ളവരോട് വിശദാംശം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ വീട്ടില് രാവിലെ തിരക്കിലാണെങ്കിൽ കൂടി ആ തിരക്കിലും ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണ് മാധവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചായ കുടിക്കാനുള്ള സാവകാശമൊന്നും കാണിക്കാതെ അച്യുതമാമ എന്റെ പിന്നാലെ ബെഡ്റൂമിലേക്ക് വന്നു. കക്ഷത്തിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക് പൊതി 2 കൈകൾ കൊണ്ടും മുറുകെ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, അച്യുതമാമ ചായയൊന്നും കുടിച്ചില്ല. മാധവന്റെ ബെഡ്റൂമിലെത്തിയിട്ട് മാധവനോട് പറയുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലാസ്റ്റിക് പൊതിയുണ്ട്. അതിലെന്താണെന്ന് നമുക്ക് ഇപ്പോൾ അറിയില്ല, എന്തോ ആണ്. അദ്ദേഹം പറയുന്നു, മാധവ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ അച്യുതമാമ? അങ്ങനെ പറയാൻ പറ്റില്ല മാധവ. അതിന് കുറച്ച് സമയം, ഒരു 2 മണിക്കൂറെങ്കിലും വേണം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പക്ഷേ അതിനെനിക്ക് 2 മണിക്കൂർ വേണം. നടക്കുന്ന കാര്യമാണോ? കുറച്ചു മുമ്പ് നമ്മൾ പഠിച്ചല്ലോ, സെക്കൻഡിന്റെ തന്മാത്ര കിടന്ന് കെട്ടിമറയുകയാണ് മാധവനെന്ന്, അല്ലെ? സമയമില്ലാത്തതുകൊണ്ട് കുളി ഒഴിവാക്കിയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള മാധവൻ 2 മണിക്കൂർ എവിടെ നിന്ന് കൊടുക്കും? പക്ഷെ അച്യുതമാമയ്ക്ക് 2 മണിക്കൂറെങ്കിലും വേണം സംസാരിക്കാൻ. 2 മണിക്കൂർ, അതായത് 120 മിനിറ്റോ? ഞെട്ടുകയാണ് മാധവൻ. ഭാര്യയ്ക്കോ കൊച്ചുമോനോ ദിവസത്തിന്റെ അധിപനായ എനിക്ക് വേണ്ടി തന്നെയോ കണ്ടെത്താൻ സാധിക്കാത്ത സമയം ചിന്തിക്കുകയാണ് അദ്ദേഹം. മാധവൻ തന്റെ ഭാര്യയ്ക്കോ കൊച്ചുമോനോ പോലും സംസാരിക്കാൻ ഇത്രയും സമയം കൊടുക്കുന്നില്ല.
ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോടും മകനോടും പോലും അല്പനേരം പോലും സംസാരിക്കാൻ സമയം കിട്ടാത്ത ഒരു വ്യക്തിയാണ് മാധവനെന്ന്. അയാൾക്ക് ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അയാളുടെ ജോലി സംബന്ധമായ തിരക്കുകളാണ്. കുടുംബ ബന്ധങ്ങൾക്ക് ഇവിടെ പ്രാധാന്യം അയാൾ കൊടുക്കുന്നില്ല. അതിന് കാരണമുണ്ട്. ഭാര്യയോടോ മകനോടോ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അയാൾക്ക് സമയമില്ലാത്തതാണ് കാരണം. ജോലി തിരക്ക്, കമ്പനിയിലെ ജോലി തിരക്ക്. അയാൾ ഞെട്ടിയതിന് പിന്നിൽ നല്ല അർത്ഥം തന്നെയാണല്ലോ. അസാധ്യമായതിന്റെ കനമില്ലാത്ത ചിരിയും ചിരിച്ച് അച്യുതമാമയോട് ഞാനൊരു ലോഗ്യം പറഞ്ഞു. എന്തായാലും അച്യുതമാമ പറഞ്ഞ ആ 2 മണിക്കൂർ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അത് അസാധ്യമാണ്, സാധ്യമാകാത്തതാണ്. അതിന്റെ കനമില്ലാത്ത ചിരിയും ആ ചിരിയിലുണ്ട്, മാധവന്റെ ആ ചിരിയിലുണ്ട്. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന്. എന്നാലും അച്യുതമാമയോട് ലോഹ്യം ചോദിക്കുകയാണ്, ആയിക്കോട്ടെ അച്യുതമാമേ, ഏതായാലും ഇന്ന് പടിഞ്ഞാറ്റുപുരയിലേക്ക് മടങ്ങേണ്ട. ശരി, ഞാൻ 2 മണിക്കൂർ തരാം, പക്ഷേ ഇപ്പോഴല്ല, ഞാൻ ജോലി കഴിഞ്ഞു വരട്ടെ. ഇന്ന് പടിഞ്ഞാറ്റുപുരയിലേക്ക് പോകണ്ട, ഇവിടെ താമസിക്കൂ എന്നാണ് മാധവൻ അർത്ഥമാക്കുന്നത്. താമസിക്കാനൊന്നും എനിക്ക് വയ്യ മാധവ, തിരക്കില്ലാത്തപ്പോൾ ഞാൻ വരണ്ട്. ഏതായാലും കുറച്ചു സമയം എനിക്ക് ഇപ്പോൾ വേണം. എന്താണ് കാര്യമെന്ന് വീണ്ടും വീണ്ടും തിരക്കിയിട്ടും അച്യുതമാമ ഇത്രയേ പറഞ്ഞുള്ളൂ. ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ ചായ കുടിച്ച് തീരും മുമ്പ് കമ്പനി വണ്ടിയുടെ ഹോണിൽ കുരുങ്ങി എനിക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയും വന്നു. അച്യുതമാമയുടെ ആ വരവ്, അതിന്റെ ഉദ്ദേശം നടക്കുന്നില്ല. മാധവനോട് എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് അച്യുതമാമ എത്തിയിരിക്കുന്നത്. അത് പറയണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം. അത്രയും ദീർഘിച്ച എന്തോ കാര്യമാണ്. പക്ഷേ മാധവന്റെ സമയമില്ലായ്മ മൂലം, കമ്പനിയിൽ നിന്നും വണ്ടി വന്നതുമൂലം മാധവൻ അതൊന്നും കേൾക്കാതെ ആ വണ്ടിയിൽ കയറി കമ്പനിയിലേക്ക് പോകുകയാണ്. ഇവിടെ മാധവൻ ഓർക്കുന്നുണ്ട്, ബാല്യത്തിന് ഉത്സവമേറ്റിയ ആ മനുഷ്യൻ എന്ന്. മാധവന്റെ ബാല്യകാലം, ആ കാലത്ത് മാധവനെ എല്ലാ തരത്തിലും സന്തോഷിപ്പിച്ചിരുന്ന, ഉത്സവ സ്ഥലങ്ങളിലും മാധവന് ഇഷ്ടമുള്ള എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടു നടന്നിരുന്ന ഒരു അമ്മാവനായിരുന്നു അച്യുതമാമ. കുട്ടിയായ മാധവന് സന്തോഷം നൽകിയിരുന്ന വ്യക്തി. ആ വ്യക്തിയോട് സംസാരിച്ച് തീരുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ചായ കുടിച്ച് തീരുന്നതിന് മുമ്പ് കമ്പനി വണ്ടി വന്ന് മാധവൻ പോകുന്നു. അച്യുതമാമ ഉടനെ മടങ്ങിയ വിവരം വൈകുന്നേരത്തിന്റെ ഏതോ അടരിൽ ശോഭ രേഖപ്പെടുത്തിയിരുന്നു. വൈകുന്നേരത്തിന്റെ ഏതോ അടരിൽ, ഏതാണെന്ന് പോലും അറിയില്ല, ഏതോ ഒരു സമയത്ത് ഭാര്യ ശോഭ പറഞ്ഞു, അച്യുതമാമ മാധവൻ പോയ അപ്പോൾ തന്നെ മടങ്ങിപ്പോയി എന്ന്. ഫയലുകൾക്കിടയിലെ വാലൻ പുഴു പോലെ അതിന്റെ മനോമൂലയിൽ ചത്തുമലച്ചു. ശോഭ പറഞ്ഞ ആ കാര്യം മാധവൻ കേട്ടതേയുള്ളൂ. പിന്നെ അത് ഓർമ്മയിൽ നിന്നതേയില്ല. ആ വാർത്ത, ആ പറഞ്ഞ കാര്യം പുസ്തകത്തിലെ ഫയലുകൾക്കിടയിലെ വാലൻ പുഴു പോലെ ചത്തുമലച്ചു. എന്താണ് വാലൻ പുഴു? നമ്മൾ ഏതെങ്കിലും പുസ്തകങ്ങൾ ഉപയോഗിച്ച് വായിച്ചതിന് ശേഷം അത് അടച്ചു വെച്ചു പോയി. പിന്നീട് നമ്മൾ കുറെ ദിവസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ പുസ്തകം എടുക്കുമ്പോൾ അതിന്റെ പേജുകളുടെ ഉള്ളിൽ ചില ജീവികൾ, ചെറിയ ജീവികൾ ചത്തിങ്ങനെ പേജുകളോട് അമർന്നിങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാം. നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഒരു കാഴ്ച. അപ്പൊ ഈ പുഴുക്കൾ ആ പുസ്തകത്തിന്റെ പേജുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പുസ്തകം അടച്ചു വയ്ക്കുന്നത്. അതോടെ അത് ആ പേജിൽ അമർന്ന് മരണപ്പെടുന്നു. പിന്നീട് നമ്മൾ അതിനെ പുസ്തകം എടുക്കുമ്പോഴാണ് ഈ ചത്തുമലച്ച വാലൻ പുഴുവിനെ കാണുന്നത്. അതുപോലെ ഇവിടെ ശോഭ പറഞ്ഞ വാക്ക് കേട്ടു, അതോടെ മരിച്ചതിന് തുല്യം. അത് പിന്നെ ഇല്ല, അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. എന്നാൽ പിറ്റേന്ന് കാലത്ത് കുളിമുറിയിൽ കടന്നപ്പോഴാണ് അച്യുതമാമയെ കുറിച്ചുള്ള ചിന്ത എന്റെ പ്രജ്ഞയിൽ പ്രകാശം പരത്തിയത്. പിറ്റേന്ന് കുളിക്കാൻ കുളിമുറിയിൽ കയറിയപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് അച്യുതമാമ കടന്നു വന്നു. അപ്പോൾ അച്യുതമാമയെ കുറിച്ച് കഥാനായകൻ ഓർക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നൊന്ന് നോക്കൂ. അച്ഛനെ ഓർമ്മയില്ലാത്ത എനിക്ക്
ബാല്യത്തിന്റെ സംരക്ഷക പ്രതീകം അച്യുതമാമയായിരുന്നു. മാധവന്റെ കുട്ടിക്കാലത്ത് തന്നെ അച്ഛൻ മരണപ്പെട്ടിരുന്നു. പിന്നീട് എല്ലാ സംരക്ഷണവും ഈ മാധവന് കൊടുത്തിരുന്നത് മാതുലനായ അച്യുതമാമനായിരുന്നു. എന്തൊക്കെ ചെയ്യും? തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന, തോളിൽ കയറ്റി കുതിര കളിപ്പിക്കും. പിന്നെ പുറത്ത് കയറി ആന കളിക്കാറുണ്ടല്ലോ കുട്ടികൾ, മുതിർന്നവരുടെ പുറത്ത് കയറി. അപ്പൊ തോളിൽ കയറിയാൽ കുതിരയായി മാറുന്ന, ഉത്സവപ്പറമ്പിലെ അമിട്ടായി ചിരിക്കുന്ന, ഉത്സവങ്ങൾക്കെല്ലാം കൊണ്ടുപോകും. അവിടെ വെടിക്കെട്ടുണ്ടാകും, അതെല്ലാം കാണിക്കും. ഉത്രാട നാളിലെ നിറവായി തീരുന്ന, ഉത്രാട നാളിൽ തിരുവോണത്തിന്റെ തലേ ദിവസം പുതിയ വസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും ഒക്കെയായിട്ട് നിറവോടെ എത്തുന്ന അച്യുതമാമ. ബാലനായ മാധവന് എല്ലാമായിരുന്നു അച്യുതമാമ വളരെയധികം മാധവനെ വാത്സല്യത്തോടെ സ്നേഹിച്ചിരുന്നു. അമ്മായി മരിച്ചതിന് ശേഷം ജീവിതം സുഖകരമല്ലെന്നും പെൺമക്കളുടെ ഭർത്താക്കന്മാർ തലതിരിഞ്ഞ വർഗമാണെന്നും അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അച്യുതമാമയുടെ ഭാര്യ അമ്മായി മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനുശേഷം അച്യുതമാമയുടെ ജീവിതം ദുഃഖകരമായിരുന്നു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. പാവം, എന്ത് കാര്യം സംസാരിക്കാനാണ് 2 മണിക്കൂർ ആവശ്യപ്പെട്ടതെന്ന പ്രശ്നോത്തരി തൊട്ടതും എന്റെ ചിന്ത വിച്ഛേദിക്കപ്പെട്ടു. അച്യുതമാമയെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലോ മാധവൻ. എന്തിനായിരിക്കാം അച്യുതമാമ തന്നെ കാണാൻ വന്നത്? 2 മണിക്കൂർ തനിക്ക് സംസാരിക്കാനായി വേണമെന്ന് പറഞ്ഞത്? ഇത്രയും ചിന്തിച്ചപ്പോഴേക്കും അത് തടസ്സപ്പെടുകയാണ്, ആ ചിന്ത തടസ്സപ്പെടുകയാണ്. എന്തായിരിക്കും ഇവിടെ തടസ്സപ്പെടാൻ കാരണം? മറ്റൊന്നുമല്ല, ഒരു ഫോൺ കോൾ വരികയാണ്, ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം വരികയാണ്. കാരണം ബെഡ്റൂമിലേക്ക് തലതോർത്തിക്കൊണ്ട് പ്രവേശിച്ച ഞാൻ ഫോൺ എന്ന ചെകുത്താനാൽ ബന്ധിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഫോണിനെ ഇവിടെ ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ചില നേരത്ത് ഈ ഫോൺ ബെല്ലടിക്കുമ്പോൾ നമുക്ക് ചെകുത്താനാണെന്ന് തോന്നും അല്ലെ, അതിനോട് ഭയങ്കര വൈരാഗ്യം തോന്നും, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തി ആണെന്ന് തോന്നും. അങ്ങനെ ആ ദിവസം അവസാനിച്ചു. തുടർന്നുള്ള ദിവസങ്ങൾ അച്യുതമാമയെ കുറിച്ചല്ല, ഡോക്ടറെ കാണിക്കാൻ വൈകിയ മൂലവ്യാധിയെ കുറിച്ച് പോലും സ്മരിക്കാൻ എനിക്ക് തരപ്പെട്ടില്ല. എന്നുവെച്ചാൽ വലിയ തിരക്കിലായിരുന്നു മാധവൻ. അയാൾക്ക് സുഖമില്ലാത്തതിനാൽ ഡോക്ടറെ കാണാൻ പോലും അയാൾക്ക് സാധിച്ചില്ല. അപ്പൊ സ്വന്തം രോഗത്തിന് ചികിത്സിക്കാൻ പോലും സമയമില്ലാത്ത അത്ര തിരക്കിലായിരുന്നു കുറേ ദിവസങ്ങളായിട്ട് മാധവൻ. ആ തിരയൊന്നടങ്ങി കിതപ്പുകൾ വലിയുമ്പോഴാണ് വെട്ടുകിളിപ്പറ്റം പോലെ ഓഡിറ്റേഴ്സ് കമ്പനിയിൽ ഇരച്ചു കയറിയത്. ആ തിരയൊന്നടങ്ങി, തിര, കടലിലെ തിരമാലകൾ, തിര നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തിര ഇങ്ങനെ കരയിലേക്ക് പതഞ്ഞുകൊണ്ടുവരും. കരയിലേക്ക് വരുന്ന തിര അതേപോലെ തന്നെ വീണ്ടും പുറകിലേക്ക് പോകും. ഇവിടെ തന്റെ തിരക്കിനെ തിരയോട് ഉപമിച്ചിരിക്കുന്നു. ആ തിരയെല്ലാം ഒന്ന് അടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാം എന്ന് വിചാരിക്കുമ്പോഴിതാ വെട്ടുകിളിപ്പറ്റം പോലെ, വെട്ടുകിളിപ്പറ്റം അതായത് ചെറിയ ചില കിളികളാണ്, പക്ഷെ അവ കൂട്ടമായിട്ട് വന്ന് വയലുകളിലും കൃഷിത്തോപ്പുകളിലും ഒക്കെ ഇറങ്ങിയാൽ അവിടെയുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും അവർ തിന്നു തീർക്കും, അത് തരിശാക്കും. അപ്പൊ അതുപോലെ ആ വെട്ടുകിളിപ്പറ്റം പോലെ ഇതാ വരുന്നു ഓഡിറ്റേഴ്സ്. അവർ കമ്പനിയിൽ എത്തിയിരിക്കുകയാണ്, അവർ ഇരച്ചു കയറിയിരിക്കുകയാണ്. ഓഡിറ്റർമാർ എന്തിനാണ് വരുന്നത്? ഫയലുകളൊക്കെ പരിശോധിച്ച് അതിലെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിച്ചാൽ അതിന് പിഴയും അതുപോലെ ശിക്ഷാവിധികളും ഒക്കെ ഏർപ്പെടുത്തുക. ഇതിനൊക്കെയാണ് ഓഡിറ്റേഴ്സ് വരുന്നത്. ഇവിടെ ഒന്ന് സ്വസ്ഥമായി ഇരിക്കാം എന്ന് വിചാരിക്കുമ്പോൾ ഇതാ വെട്ടുകിളിപ്പറ്റം പോലെ ഓഡിറ്റർമാരും എത്തിയിരിക്കുന്നു. ഓഡിറ്റേഴ്സിനുള്ള സുഖസൗകര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചവരെ രഹസ്യമായി നിരീക്ഷിക്കാൻ പുറത്തിറങ്ങുകയായിരുന്നു ഞാൻ. ഓഡിറ്റർമാർ വരുമ്പോൾ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും, അവർക്ക് ഭക്ഷണം, അവർക്കിരിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു കൊടുക്കണം. അതൊക്കെ നോക്കാനായിട്ട്, ഏൽപ്പിച്ചവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വരവ്. ഇവിടെ ആരാണ് അദ്ദേഹം? മറ്റാരുമല്ല, നമ്മുടെ അച്യുതമാമ. വീണ്ടും വന്നിരിക്കുന്നത് തക്ക സമയത്താണ് അല്ലേ? ആ, ഇരിക്കൂ അച്യുതമാമ, എന്താണ് പറയാനുള്ളത്?
എന്ത് കാര്യമായാലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്തായാലും മാധവൻ അച്യുതമാമയെ വെറുപ്പിക്കുന്നില്ല. എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. വേണ്ട മാധവ, നീ എങ്ങോട്ടോ പുറപ്പെട്ടതല്ലേ, ഇതിന് കുറച്ച് സമയം വേണം, ഞാൻ പിന്നീട് വരാം. അച്യുതമാമയ്ക്ക് കാര്യം ബോധ്യമായി. ഇപ്പോൾ മാധവനോട് സംസാരിക്കാൻ സാധിക്കുകയില്ല, നല്ല തിരക്കിലാണ്. അതുകൊണ്ട് സ്വയം പറയുന്നു, ഞാൻ പിന്നീട് വരാം. അദ്ദേഹം വീടിന്റെ അകത്തേക്ക് പോലും കടക്കുന്നില്ല. ഇത് കണ്ടിട്ട് മാധവന്റെ മകൻ പറയുകയാണ്, അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുതൻ മുത്തച്ഛ. ആ വാക്കുകളിൽ ആ കൊച്ചുമകന്റെ സങ്കടമുണ്ട്. അവന് അച്ഛന്റെ പരിലാളനകൾ കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, അച്ഛനോടൊപ്പം അല്പനേരം ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം അച്ഛന് ഒന്നിനും സമയമില്ല. ജോലി സംബന്ധമായി തിരക്കോട് തിരക്ക്. ആ മകന്റെ വാക്കുകളിൽ അവന്റെ വേദനയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അച്ഛനെ ഒന്നിനും കിട്ടില്ല അച്യുതൻ മുത്തച്ഛ എന്നത്. അതിനെ പിന്താങ്ങിക്കൊണ്ട് ഭാര്യ ശോഭയും പറയുന്നു, അതെ അതെ, ഭാര്യയ്ക്കും അതുതന്നെയാണ് അഭിപ്രായം. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കഥാനായകന്റെ മാധവന്റെ മനസ്സിൽ വരുന്ന ചിന്തയൊന്ന് നോക്കൂ. എന്റെ ജീവിതം എത്രത്തോളം എന്റെ കയ്യിലല്ല എന്ന സത്യം ഗാഠമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു ഇത്. എന്റെ ജീവിതം എത്രത്തോളം എന്റെ കയ്യിലല്ല എന്ന സത്യം. മാധവനും ആഗ്രഹമുണ്ട് തന്റെ മകന്റെ കൂടെ ഇരിക്കണം, തന്റെ ഭാര്യയോടൊപ്പം സമയം ചിലവഴിക്കണം എന്നൊക്കെ. പക്ഷെ അയാൾക്ക് സാധിക്കുന്നില്ല. അയാളുടെ ജീവിതം അയാളുടെ കയ്യിലല്ല. അയാൾ മനസ്സുകൊണ്ട് വിചാരിച്ചാലും അയാൾക്കത് നടത്താൻ സാധിക്കുന്നില്ല. അത് നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. പെട്ടെന്നൊരു സംശയം മനസ്സിൽ കുമിളയിട്ടു. പണത്തിന്റെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമോ അച്യുതൻ മാമ വീണ്ടും വീണ്ടും വരുന്നത്? ഇപ്പോൾ പല പ്രാവശ്യമായല്ലോ വരുന്നത്. ഇനിയും വല്ല പണത്തിനും ആവശ്യമുണ്ടോ? നേരെ ചൊവ്വേ ചോദിക്കാനുള്ള മടി കൊണ്ടാണോ രാഗവിസ്താരത്തിന് മുതിരുന്നത്? കുറച്ചേറെ നോട്ടുകൾ പേഴ്സിൽ നിന്നും വലിച്ചെടുത്ത് ഞാൻ മുന്നോട്ട് നീങ്ങി. അച്യുതൻ മാമയുടെ സന്ദർശനത്തിന്റെ കച്ചവടം തീർക്കാൻ ഒരു ബ്രോക്കറുടെ ചാതുര്യത്തോടെ ഇടപെട്ടു. അയ്യോ, എന്താ ഇത്? പണം ഞാൻ കീശയിൽ തിരികെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം കാര്യം മനസ്സിലാക്കിയത്. മാധവന് തോന്നുകയാണ് അച്യുതൻ മാമ പണത്തിനോ മറ്റോ വരുന്നതായിരിക്കും എന്ന്. ആ ചിന്തയിൽ പേഴ്സിൽ നിന്നും കുറെ നോട്ടുകൾ വലിച്ചെടുത്ത് അച്യുതൻ മാമയുടെ പോക്കറ്റിൽ തിരികെ വെക്കുകയാണ്. അത് കണ്ട് അച്യുതൻ മാമ ഞെട്ടിപ്പോകുന്നു. ഏതുപോലെയാണ് ഞെട്ടുന്നത്? വൈദ്യുതാഘാതമേറ്റ പോലെ ഞെട്ടിത്തരിച്ചു. വൈദ്യുതാഘാതം, വൈദ്യുതിയുടെ ഷോക്ക് അതിതീവ്രമാണല്ലോ അതത്. വൈദ്യുതാഘാതമേറ്റാൽ നമ്മൾ മരണവിപ്രാളത്തോടെ ഞെട്ടിത്തെറിക്കും. അതുപോലെ ഇവിടെ അച്യുതൻ മാമ ഈ പണം തന്റെ പോക്കറ്റിൽ, തന്റെ കീശയിൽ വെക്കുന്നത് കണ്ട് ഞെട്ടിത്തരിക്കുന്നു. എന്നിട്ട് ആ നോട്ടുകൾ എടുത്ത് പൂമുഖപ്പടിയിൽ വെക്കുന്നു. എന്നിട്ട് പറയുന്നു, നല്ല വിരോധാഭാസം. ഇതെന്താണ് ഈ കാണുന്നത്? എനിക്ക് പണം തരുന്നോ? ഇതെന്തൊരു വിരോധാഭാസമാണ്. എന്താണ് അച്യുതൻ മാമ അങ്ങനെ പറയാൻ കാരണം? കാരണമുണ്ട്. മാധവനോട് ഇങ്ങോട്ട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. മാധവനോട് പണം വാങ്ങാനല്ല ഞാൻ വന്നത്. ഞാൻ വന്നത് മാധവന് പണം തരാനാണ്. ഇപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, അച്യുതൻ മാമയുടെ കയ്യിലെ പ്ലാസ്റ്റിക് പൊതിയിൽ എന്തായിരിക്കുമെന്ന്? നോട്ടുകളായിരിക്കും അല്ലേ? അപ്പോൾ ആ പ്ലാസ്റ്റിക് പൊതി, അതിലെ പണം മാധവന് കൊടുക്കാനാണ് അച്യുതൻ മാമ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ തെറ്റിദ്ധാരണയാൽ മാധവൻ അച്യുതൻ മാമയ്ക്ക് പണം കൊടുക്കുന്നു. അതാണ് വിരോധാഭാസം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ കൊണ്ടുവന്ന അതേ പ്ലാസ്റ്റിക് പൊതി അദ്ദേഹം മാറി മാറി പിടിക്കുന്നുണ്ട്. അതിൽ പണമാണ്. പിന്നെ എന്ന ചോദ്യം 4 നിമിഷത്തേക്ക് മാത്രമേ എന്റെ മനസ്സിൽ അവശേഷിച്ചുള്ളൂ. അച്യുതൻ മാമ പണത്തിനല്ല വന്നതെങ്കിൽ പിന്നെ എന്തിനാണ് വന്നത് എന്നത് ചിന്തിച്ചു നിന്നപ്പോഴേക്കും അതാ വരുന്നു കമ്പനിയിലെ വണ്ടി. മാധവൻ അതിൽ കയറി പുറപ്പെടുകയാണ്. ആ കാറിലിരുന്ന്, ആ വണ്ടിയിലിരുന്ന് മാധവൻ ചിന്തിക്കുന്നു, ഞങ്ങളുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന പ്രത്യേക രാസവസ്തുവിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന കാര്യമാണ് അയാൾ കാറിൽ കയറിയ ഉടൻ ചിന്തിച്ചത്. കാറിൽ കയറി ഇരുന്നപ്പോഴും അയാളുടെ ചിന്ത കമ്പനിയാണ്. കമ്പനിയിലെ ഒരു പുതിയ രാസവസ്തു, അതിന്റെ ഉൽപാദനം കൂട്ടുന്ന കാര്യം.
അതാണ് അയാൾ ആ കാറിലിരുന്ന് ചിന്തിക്കുന്നത്. കാരണമുണ്ട് അങ്ങനെ ചിന്തിക്കാൻ. ചില മായം ചേർക്കലുകൾക്കായി ദുരുപയോഗപ്പെടുത്തുന്ന ആ സാധനത്തിനിപ്പോൾ നല്ല ഡിമാൻഡാണ്. ആ രാസവസ്തു, ഇവരുടെ കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ആ രാസവസ്തുവിന് ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. വളരെ വേഗത്തിൽ അത് വിറ്റഴിക്കപ്പെടുന്നു. അങ്ങനെ വിറ്റഴിക്കപ്പെടുമ്പോൾ കൂടുതൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കണ്ടേ? ഡിമാൻഡിനൊത്ത് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള എന്തെങ്കിലും പോം വഴി കണ്ടെത്തിയേ പറ്റൂ. അപ്പൊ നല്ല ഡിമാൻഡാണ് ആ രാസവസ്തുവിന്. അതുപോലെ അതിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കണം. അതിനെന്തെങ്കിലും ഒരു സൂത്രം, ഒരു പോം വഴി കണ്ടുപിടിക്കണം. ഇതായിരുന്നു അയാൾ കാറിനകത്തിരുന്ന് ചിന്തിക്കുന്നത്. അയാൾ മറ്റാരുമല്ല, പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ സിഇഒ ആണ്. ആ സിഇഒയുടെ പണിയുമാണ് അതിന്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നത്. ഏറുന്ന ഡിമാൻഡ്, എക്സൈസ് ക്ലിയറൻസ്, ഓഡിറ്റേഴ്സ് തുടങ്ങി വിവിധ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്നതിനിടയ്ക്ക് വീണ്ടും അച്യുതൻ മാമ 3 തവണ വീട്ടിൽ വന്നു മടങ്ങി. ഈ തിരക്കിനിടയിൽ, കുറേ ദിവസങ്ങൾ തിരക്കോട് തിരക്ക്, അതിനിടയിൽ 3 തവണയാണ് അച്യുതൻ മാമ മാധവന്റെ വീട്ടിൽ വരുന്നത്. എന്തോ കാര്യമായ കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പലതവണ വന്നു പോവുകയില്ലല്ലോ. അദ്ദേഹത്തിന്റെ മുഖം ഇനിയും താങ്ങാൻ കഴിയാതെ ഒടുവിൽ ഞാൻ അങ്ങേയറ്റത്തെ അവധിയെടുത്തു. എന്തായാലും മാധവൻ തീരുമാനിക്കുകയാണ്, അച്യുതൻ മാമയെ കാണണം, അദ്ദേഹത്തിന് പറയാനുള്ളത് 2 മണിക്കൂറായാലും കേട്ടിരിക്കണം എന്നൊരു ഉറച്ച തീരുമാനത്തിലെത്തുകയാണ്. അങ്ങനെ മാധവൻ അച്യുതൻ മാമയെ വിളിക്കുകയാണ്. അച്യുതൻ മാമേ, അടുത്ത ഞായറാഴ്ച രാവിലെ വരൂ, ഞാൻ കാത്തിരിക്കാം. അച്യുതൻ മാമ വരുന്നത് നോക്കി ഞാൻ കാത്തിരിക്കാം. അച്യുതൻ മാമയ്ക്ക് വേണ്ടത്ര സംസാരിക്കാം. ഇവിടെ സമയം പറയുന്നില്ല, 2 മണിക്കൂറിനോ 3 മണിക്കൂറിനോ ഒന്നും പറയുന്നില്ല. എത്ര സംസാരിക്കണമെങ്കിലും എന്നോട് സംസാരിക്കാം. ഞാൻ ഞായറാഴ്ച കാത്തിരിക്കാം. ടൈം മാനേജ്മെന്റിന്റെ സൂത്രങ്ങൾ ഉപയോഗിച്ച് സമയം പരമാവധി കുറയ്ക്കാമെന്ന ഉദ്ദേശത്തോടെയാണ് മണിക്കൂറിന്റെ കണക്കൊന്നും ഏൽക്കാത്തത്. എന്തു ചെയ്യാം? പ്രവൃത്തി ദിവസങ്ങളിലെ 24-ൽ കവിയുന്ന മണിക്കൂറുകളെല്ലാം ഞായറാഴ്ചത്തേക്കാണ് ഞാൻ നീക്കി വയ്ക്കാറുള്ളത്. മറ്റുള്ള ദിവസങ്ങൾ, ഒരു ദിവസം 24 മണിക്കൂറാണല്ലോ, ആ 24 മണിക്കൂറും നമ്മുടെ മാധവന് തികയുന്നില്ല. ആ ദിവസങ്ങളിലെ ബാക്കി വരുന്ന ജോലികൾ അയാൾ അവധി ദിനമായ ഞായറാഴ്ചയാണ് ചെയ്യുന്നത്. അച്യുതൻ മാമ വന്ന് സംസാരിച്ച് പോയതിനു ശേഷം വേണം ആ ബാക്കി കിടക്കുന്ന ജോലികൾ അയാൾക്ക് ചെയ്യാൻ. ഇനിയും അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എന്തൊക്കെയാണ് ആ തയ്യാറെടുപ്പുകൾ എന്ന് നോക്കൂ. ഫോൺ ഇല്ലാത്തിടത്ത് വച്ച് അമ്മാമ്മയുമായി സംസാരിക്കാമെന്ന് കരുതി വീട്ടിലെ എപ്പോഴും അടച്ചിടാറുള്ള പിൻമുറി ഞാൻ തുറന്നു. എപ്പോഴും അടച്ചിടുന്നതാണ്, ആരും ആ മുറിയിലില്ല, ആ മുറിയുടെ ഉള്ളിൽ ഫോണുമില്ല. അതുകൊണ്ട് അമ്മാമ്മയുമായിട്ട് സംസാരിക്കാൻ ആ മുറി തുറന്നു. കുറേ ദിവസമായി അത് തുറന്നിട്ട്, അതുകൊണ്ടൊരു പഴയ ഗന്ധമുണ്ട്. ആ പഴക്കു ഗന്ധത്തിൽ ഇരുന്നപ്പോൾ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചുപോയി. കുറേ നാളുകളായി ആ മുറി തുറന്നപ്പോൾ ഒരു പഴയ ഗന്ധം വന്നപ്പോൾ അതിലിരുന്നപ്പോൾ മാധവൻ തൻ്റെ മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും കുറിച്ച് ചിന്തിക്കുകയാണ്. ശരിയാണ്, എത്ര കാലമായി അവരെയെല്ലാം ഓർക്കാൻ ഒഴിവ് കിട്ടിയിട്ട്. അച്ഛനെയും അമ്മയെയും ഒന്ന് ഓർക്കാൻ പോലും മാധവന് സമയം കിട്ടുന്നില്ല, ഒഴിവ് കിട്ടുന്നില്ല. അല്പസമയം വെറുതെ ഒന്നിരുന്നാലല്ലേ നമുക്ക് ചിന്തകൾ കടന്നു വരികയുള്ളൂ, ഓർമ്മകൾ കടന്നു വരികയുള്ളൂ. ഇവിടെ ഒരു സെക്കൻഡ് പോലും ഒന്ന് വെറുതെ ഇരിക്കാൻ മാധവന് സാധിക്കുന്നില്ല. പിന്നെ എവിടെ ചിന്തിക്കാൻ, ഓർമ്മിക്കാൻ? സ്മരണ എന്ന പരിചയക്കേടിലേക്ക് പ്രവേശിച്ചപ്പോഴാണ് വല്ലാത്തൊരു സത്യം ബോധ്യപ്പെട്ടത്. മാധവന് ഒട്ടും പരിചയമില്ലാത്ത ഒന്നായി മാറിയിരിക്കുന്നു സ്മരണ. ഓർമ്മ എന്നത് ഒന്നിനെ കുറിച്ചും ഓർക്കാറില്ല എന്നുള്ളത് ഒരു കാര്യം തന്നെയായിട്ട് മാധവന് തോന്നുന്നു. അപ്പോഴാണ് മാധവൻ ചിന്തിക്കുന്നത്, ആ സത്യം മനസ്സിലാക്കുന്നത്. എന്താണ്? പരമാവധി യൗവനാരംഭം വരെയുള്ള ചിത്രങ്ങൾ മാത്രമേ മനസ്സിന്റെ പുഴയിൽ പ്രതിഫലിക്കുന്നുള്ളൂ. തന്റെ ജീവിതത്തില് യൗവനാരംഭം വരെ, ഒരു 20-25 വയസ്സ് വരെയുള്ള ആ ഒരു ജീവിതകാലത്തിലെ ഓർമ്മകൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അതിനുശേഷമുള്ള യാതൊന്നും തനിക്ക് ഓർമ്മകളായിട്ടില്ല. എന്തായിരിക്കും അതിന് കാരണം?
യൗവനാരംഭം കഴിഞ്ഞതോടെ, വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതോടെ മാധവന് ജോലി കിട്ടി. പിന്നീട് ആ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ അയാൾ അകപ്പെടുകയാണ്. അയാളുടെ തിരക്കിന്റെ ആ പൂർണ്ണമായ അർത്ഥം, പൂർണ്ണമായ കാര്യം നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയല്ലോ. ജോലി കിട്ടിയതോടെ അയാളുടെ മനസ്സിൽ പിന്നെ ഒന്നുമില്ല, ഓർമ്മകളൊന്നുമില്ല. അയാൾക്ക് ഓർക്കുമ്പോൾ ആ യൗവനാരംഭം വരെയുള്ള ഓർമ്മകളേ ഉള്ളൂ. പിന്നീട് അങ്ങോട്ട് വരണ്ട് വറ്റിക്കിടക്കുന്ന തമസിന്റെ തോടുകൾ മാത്രം. ജോലി കിട്ടിയതോടെ യൗവനാരംഭത്തിന് ശേഷം അയാളുടെ മനസ്സിൽ ഓർമ്മകളില്ല. പിന്നെ എന്താണുള്ളത്? വരണ്ട് വറ്റിക്കിടക്കുന്ന തമസിന്റെ തോട്, ഇരുട്ടിന്റെ തോട്. തോടാണ്. തോട്ടിൽ സാധാരണ വെള്ളമാണല്ലോ ഉണ്ടാവുക, ഒഴുകുന്ന വെള്ളമാണ് തോടുകളിൽ ഉണ്ടാവുക. പക്ഷെ അയാളുടെ മനസ്സിൽ വറ്റി വരണ്ട് കിടക്കുന്ന തോട്, ഇരുട്ടിന്റെ തോടാണുള്ളത്. ഒന്നും സ്മരണയായിട്ട് ഓർക്കാനില്ല. അങ്ങനെ ആ ഞായറാഴ്ചയായി. വല്യമ്മാമയെ, അച്യുതമാമയെ കാത്തിരിക്കുന്ന ദിവസമായി. പറഞ്ഞ സമയത്ത് തന്നെ അച്യുതമാമ വീട്ടിലെത്തി. മൊബൈൽ ഫോണുകൾ 3 ഞാൻ ഓഫാക്കിയിരുന്നു. ലാൻഡ് ഫോണിലൂടെ വരുന്ന ബാധകളൊന്നും തീണ്ടിപ്പോകരുതെന്ന് ശോഭയെ ചട്ടവും കെട്ടിയിരുന്നു. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചു. തുറക്കാതെ സൂക്ഷിച്ചിരുന്ന ഒരു മുറി, പടിഞ്ഞാറ് വശത്തുള്ള ഒരു മുറി തുറന്നു. അവിടെ ഫോണില്ല, മറ്റു ഫോണുകളെല്ലാം ഓഫാക്കി. ഇനി ലാൻഡ് ഫോണുകൾ ആരെങ്കിലും വിളിച്ചാൽ എടുക്കരുതെന്ന് ഭാര്യയെ ഓർമ്മപ്പെടുത്തി. ഇനി സുഖമായിട്ട് അച്യുതമാമയ്ക്കും മാധവനും എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. ശരിയല്ലേ? നോക്കൂ അവരെന്താ ചെയ്യുന്നതെന്ന്. കുറെ നേരം യാതൊന്നും സംസാരിക്കാതെ അച്യുതമാമ എന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. മാധവനെ ഇങ്ങനെ അടുത്ത് കാണാൻ സാധിക്കുന്നത് കുറെ കാലമായിട്ടുണ്ടായിരുന്നില്ലല്ലോ. തിരക്കിൽ അയാൾ ഇങ്ങനെ അകപ്പെട്ട് നടക്കുകയായിരുന്നല്ലോ, ഓട്ടമായിരുന്നല്ലോ. ഇത് സ്വസ്ഥനായിട്ട് അയാൾ ഇരിക്കുന്നു. അയാളുടെ മുഖത്തേക്ക് അച്യുതമാമ നോക്കുകയാണ് കുറച്ചു നേരത്തേക്ക്. അദ്ദേഹത്തിന്റെ തിമിരം മൂടിയ കണ്ണുകളിൽ ആർദ്രമായൊരു ചന്ദ്രക്കല നനഞ്ഞു കുതിർന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ പ്രായാധിക്യത്താൽ തിമിരം മൂടിയിട്ടുണ്ട്. ആ കണ്ണുകളിൽ, തിമിരം മൂടിയ ആ കണ്ണുകളിൽ ആർദ്രമായ, നനഞ്ഞ് ഒരു കുളിരുള്ള ചന്ദ്രക്കല നനഞ്ഞു കുതിർന്നു. ആ അച്യുതമാമയുടെ കണ്ണുകളിൽ ഒരു നനഞ്ഞു കുളിർന്ന ചന്ദ്രക്കല വിടരുകയാണ്. ആരെ നോക്കിയപ്പോൾ? മാധവനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ. മാധവനോടുള്ള സ്നേഹ വാത്സല്യ ഭാവങ്ങളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആ തിമിരം മൂടിയ കണ്ണുകളിൽ നമ്മൾ കാണുന്നത്. കുഞ്ഞുനാളിൽ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുത്ത, കുതിര കളിപ്പിക്കുകയും ആന കളിപ്പിക്കുകയും ഉത്സവ പറമ്പുകളിൽ കൊണ്ടു നടക്കുകയും ഉത്രാടനാളിൽ പുതുവസ്ത്രങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സ്നേഹവാനായ ആ അച്യുതമാമ. അദ്ദേഹത്തിന്റെ ഒരു വാത്സല്യം നിറഞ്ഞ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ മാധവൻ. അവനെ അദ്ദേഹം ഒരുപാട് സ്നേഹിച്ചിരുന്നു. ആ സ്നേഹമാണ്, ആ വാത്സല്യമാണ് ഇവിടെ തിമിരം മൂടിയ കണ്ണുകളിലൂടെ നനഞ്ഞു കുളിർന്ന ആ ഒരു ചന്ദ്രക്കലയായിട്ട് നമ്മളിവിടെ കാണുന്നത്. മരിച്ചുപോയ അമ്മയുടെ നാമം ജപിക്കുന്ന മുഖത്തെ നന്നേ ഓർമ്മിപ്പിച്ചുകൊണ്ട് അച്യുതമാമയുടെ ചുണ്ടുകൾ സ്പന്ദിച്ചു. അച്യുതമാമ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആ ചുണ്ടുകൾ ചലിക്കാൻ തുടങ്ങുകയാണ്. അത് കണ്ടപ്പോൾ മാധവന് തോന്നുന്നത് എന്താണ്? പണ്ട് തന്റെ അമ്മ നാമം ജപിക്കുമ്പോഴുള്ള മുഖം, അമ്മയുടെ ആ നാമം ജപിക്കുമ്പോഴുള്ള മുഖം. ഒരുപക്ഷെ അമ്മയുടെ സഹോദരനാണല്ലോ അച്യുതമാമ. രണ്ടുപേരുടെയും മുഖഛായ ഒരേപോലെ ആയിരിക്കാം. ഇവിടെ അച്യുതമാമ സംസാരിക്കാൻ ചുണ്ടുകൾ വിടർത്തിയപ്പോൾ മാധവൻ തന്റെ അമ്മയെ ആ മുഖത്തിലൂടെ കാണുകയാണ്. മാധവ, ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ, ബാക്കി പറയുന്നില്ല, ഇന്നെനിക്ക് നിന്നോട് സംസാരിക്കണം, അതിന് പറ്റിയില്ലെങ്കിൽ ബാക്കി എന്തായിരിക്കും? ഇനി ഒരിക്കലും നിന്നോട് എനിക്ക് സംസാരിക്കാൻ പറ്റുകയില്ല എന്നാണോ? നോക്കാം. മാധവ, ഇന്നെങ്കിലും നിന്നോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ. അദ്ദേഹം പകുതി വെച്ച് നിർത്തി. എല്ലാ തഞ്ചങ്ങളും ഒഴിവാക്കി നിശബ്ദനായി
പ്രാണന്റെ നഗ്നതയിൽ ഞാനിരുന്നു. ഞാനെല്ലാം കേൾക്കാൻ തയ്യാറായിട്ട് അങ്ങനെ ഇരുന്നു. അച്യുതമാമയുടെ കുഴിനകം കുത്തിയ ചുണ്ടുവിരൽ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ തുമ്പ് പിടിച്ച് ഞാൻ കൗതുകപ്പെട്ട ബാല്യത്തിന്റെ ഇളംവെയിലിലേക്ക് ഇറങ്ങവേ. വീണ്ടും മാധവൻ ചിന്തിക്കുകയാണ്. അച്യുതമാമയുടെ കുഴിനകം പിടിച്ച ആ ചൂണ്ടുവിരൽ അതിങ്ങനെ കണ്ടു. അത് കണ്ടപ്പോൾ ഓർമ്മകൾ വീണ്ടും ബാല്യത്തിലേക്ക് പോകുന്നു. ആ അച്യുതമാമയുടെ ആ ചൂണ്ടുവിരലിൽ പിടിച്ചുകൊണ്ട് ഞാൻ ബാല്യകാലത്ത് സഞ്ചരിച്ച കാര്യങ്ങൾ. എപ്പോഴും അച്യുതമാമയുടെ വിരലിൽ തൂങ്ങിയാണ് ബാലനായ മാധവൻ സഞ്ചരിച്ചിരുന്നത്, നടന്നിരുന്നത്. എവിടെ പോയാലും അച്യുതമാമ കൂടെ കൂട്ടും. അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരലിൽ തൂങ്ങി സഞ്ചരിക്കും. ആ ഓർമ്മ മാധവന്റെ മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ പെട്ടെന്ന് അവിടെ അതാ കഥകിൽ കഠിനമായ ഒരു മുട്ട് കേൾക്കുന്നു. വാതിലൊക്കെ അടച്ചല്ലേ ഇരിക്കുന്നത്, പക്ഷെ വാതിലിൽ ഇങ്ങനെ ആരോ ശക്തമായി ഇടിക്കുന്നു, മുട്ടുന്നു. ആരാണത്? വാതിൽ തുറന്നതും ഏരിയ ഡയറക്ടർ അടക്കം കമ്പനിയുടെ ബോസുമാരെല്ലാം കൂടി മുറിയിലേക്ക് ഇരച്ചു കയറി. എന്താ കാര്യമല്ലേ? ഫോണൊക്കെ ഓഫ് ആക്കി വെച്ചു, എല്ലാം റെഡിയാക്കി വെച്ചു. ലാൻഡ് ഫോൺ അടിച്ച എടുക്കരുതെന്ന് പറഞ്ഞു. അവരെല്ലാവരും കൂടി ഫോണൊക്കെ എടുക്കാതെ ഇരുന്നപ്പോൾ നേരെ മാധവന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് മാധവൻ ഇരുന്ന മുറി തുറപ്പിക്കുകയാണ്. ഫോണിൽ മെനക്കെട്ട് പരാജയപ്പെട്ടപ്പോൾ നേരെ വീട്ടിലേക്ക് വന്നതാണവർ. ചില അടിയന്തര കാര്യങ്ങളുണ്ട്, ഉടൻ അവർക്കൊപ്പം പോകണം. കഴിഞ്ഞല്ലോ കാര്യം. ഇനി എങ്ങനെ അച്യുതമാമയോട് സംസാരിക്കും? ഒരു നിവർത്തിയുമില്ല. ആ വന്ന ഓഫീസേഴ്സ് ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ മാധവനെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാധവൻ അവരിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു നിവർത്തിയുമില്ല. അടിയന്തര കാര്യങ്ങളുണ്ട്, ഉടനെ പോയി അവർക്കൊപ്പം പുറപ്പെടണം. ഉഴറിപ്പോയ എന്നെ നോക്കി അച്യുതമാമ വെന്ത പുഞ്ചിരിയോടെ പറഞ്ഞു. ഇതെല്ലാം അച്യുതമാമ കാണുന്നുണ്ട്. മാധവനോട് അയാൾക്കൊരു നീരസവുമില്ല. മാധവന്റെ കുറ്റമല്ലല്ലോ, അയാളുടെ ജോലിയുടെ തിരക്കാണ്. അയാളുടെ കമ്പനിയിൽ നിന്നും ആളുകൾ വന്നിട്ടുണ്ട് അയാളെ കൊണ്ടുപോകാൻ. അതുകൊണ്ട് പറഞ്ഞു, മാധവൻ ഇറങ്ങിക്കോളൂ. ഗേറ്റു കടക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നിന്ന് എന്റേതല്ലാത്ത ശബ്ദത്തിൽ ഞാൻ പുലമ്പി, അച്യുതമാമേ, ഞാൻ വേഗം വരാം. മാധവനും നന്നേ വിഷമമുണ്ട്. അയാൾ വിഷമത്തോടെ പറയുകയാണ്, ഞാൻ വേഗം വരാം. അച്യുതമാമ പറയുന്നു, നിനക്കതിന് ആവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല. നിനക്കതിനാവില്ല. കാരണം നീ നിന്റെ ജോലിയിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ആ വലിയ ആഴത്തിലേക്ക് നീ പോയിരിക്കുന്നു. അതിൽ നിന്നും നിനക്ക് കരകയറി പുറത്തിറങ്ങാൻ സാധിക്കുകയില്ല. നീ എത്ര വിചാരിച്ചാലും നിനക്ക് നേരത്തെ എത്താൻ സാധിക്കുകയില്ല. കാരണം തിരക്ക് നിന്നെ പിടികൂടിയിരിക്കുകയാണ്. ജോലിയുടെ തിരക്ക് നിന്നെ ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. അതിൽ നിന്നും നിനക്ക് കരകയറാൻ സാധിക്കുകയില്ല എന്നാണ് അതിൻ്റെ ആശയം. അദ്ദേഹത്തിന്റെ വാക്കുകൾ കഴിക്കുക. സാധാരണ വാക്കുകൾ നമ്മൾ മധുരിക്കുക എന്നാണല്ലോ പറയുന്നത്. നമുക്കിഷ്ടമുള്ള വാക്കുകളാണെങ്കിൽ എത്ര മധുരമായ വാക്ക് എന്ന് നമ്മൾ പറയും. പക്ഷെ ഇവിടെ അച്യുതമാമ പറയുകയാണ്, നിനക്കതിനാവില്ല മാധവ, ഞാൻ കാക്കുന്നില്ല എന്നത്. അതിന് കയ്പുരസമായിരുന്നു, മധുരമുണ്ടായിരുന്നില്ല. അങ്ങനെ അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. അങ്ങനെ ആ ഞായറാഴ്ച, അച്യുതമാമയ്ക്ക് വേണ്ടി കരുതി വെച്ച ഞായറാഴ്ച, കമ്പനിയിലെ ഉദ്യോഗസ്ഥർ വന്ന് മാധവനെ കൂട്ടിക്കൊണ്ടുപോയി. തിരിച്ചെപ്പോഴാണ് എത്തിയത്? ഞായറാഴ്ചയുടെ ചിതയെരിയുന്ന നേരത്ത്. ചിതയെരിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഞായറാഴ്ച വൈകുന്നേരമായി, ഞായറാഴ്ച കഴിയാറായി എന്നാണ് അതിന്റെ ഒരർത്ഥം. മറ്റൊരർത്ഥം ചിതയെരിയുക എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ശരീരം ദഹിപ്പിക്കുന്നതിനാണല്ലോ ചിതയെരിയുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ടതെല്ലാം നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടു എന്നർത്ഥം. ഇവിടെ മാധവന് ഈ ജോലിയുടെ തിരക്ക് മൂലം അയാൾക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. അച്യുതമാമ പല പ്രാവശ്യം കാണാൻ വന്നു. ഇനി അച്യുതമാമയെ കാണാൻ മാധവൻ ഒരിക്കലും സാധിക്കുന്നില്ല. അയാൾ അച്യുതമാമയെ കാണാൻ ഇരുന്നെങ്കിൽ, അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കാൻ ഇരുന്നെങ്കിൽ അയാൾക്ക് സമാധാനം ഉണ്ടാകുമായിരുന്നു. ഇവിടെ അച്യുതമാമ എന്താണ് ചെയ്തതെന്ന് നോക്കൂ. വീട്ടിലേക്ക് കാറ് കയറ്റുമ്പോൾ
വിൻസ്ക്രീൻ താഴ്ത്തിപ്പിടിച്ച് ഏതോ അപരിചിതൻ അച്യുതമാമയുടെ കത്തും ഒരു പ്ലാസ്റ്റിക് പൊതിയും എന്നെ ഏൽപ്പിച്ചു. കാറ് വീടിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അറിയാത്ത ഒരാൾ, ഒരു അപരിചിതൻ, ആ കാറിന്റെ വിൻസ്ക്രീൻ താഴ്ത്തിപ്പിച്ചിട്ട് ഒരു കത്തും ഒരു പൊതിയും കൂടെ, ആ പ്ലാസ്റ്റിക് പൊതി, ഏതാണ് ആ പ്ലാസ്റ്റിക് പൊതി? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ അച്യുതമാമയുടെ കയ്യിലിരുന്ന പ്ലാസ്റ്റിക് പൊതി, അതും നമ്മുടെ മാധവനെ ഏൽപ്പിച്ചു. കത്ത് ഞാൻ തുറന്നു വായിച്ചു. മാധവൻ വായിക്കുകയാണ് കത്ത്. മാധവ, ഇനി എനിക്കൊരു മടക്കമുണ്ടാവില്ല. ഇങ്ങോട്ടൊന്ന് ചോദിക്കരുത്. പോകുന്നതിന് മുമ്പ് നിന്നോട് കഥകളെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. സാധിച്ചില്ല. കവറിൽ 2 ലക്ഷം ഉറുപ്പികയുണ്ട്. തറവാട്ട് സ്വത്തിൽ നിനക്കും അമ്മയ്ക്കും തരാനുള്ള ഓഹരിയാണിത്. ഇത്രയുമാണ് ആ കത്തിലെ വാക്കുകൾ. അച്യുതമാമ എവിടേക്കോ യാത്ര പോയിരിക്കുന്നു, ദൂരെ ദൂരെ. ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ച് വരികയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ദുഃഖകരമായി തീർന്നുവെന്ന് ഈ കഥയിൽ മാധവൻ ഓർക്കുന്നുണ്ട്. പെൺമക്കളുടെ ഭർത്താക്കന്മാർ നല്ലവരല്ല, അതിൽ നിന്നും ഒരുപാട് ദുഃഖം അദ്ദേഹം അനുഭവിക്കുന്നുണ്ട് എന്ന്. ഈ വാർദ്ധക്യമായ സമയത്ത് ജീവിതത്തിൽ ഒരു സുഖവും ലഭിക്കാത്തതിനാൽ ഒരുപക്ഷെ എല്ലാം ഉപേക്ഷിച്ച് നാട് വിട്ട് ദൂരേക്ക് യാത്രയാവുകയാണ് അച്യുതമാമ. അദ്ദേഹത്തിന്റെ ദുഃഖങ്ങൾ മാധവനോട് പറയാനായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും എത്തിയിരുന്നത്. ആ ദുഃഖങ്ങൾ മാധവനോട് പറഞ്ഞിരുന്നെങ്കിൽ, മാധവൻ അത് കേട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു മാർഗം, നാടുവിട്ടു പോകാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി നമ്മുടെ അച്യുതമാമയ്ക്ക് മാധവന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചേക്കുമായിരിക്കാം. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മാധവന് കേൾക്കാൻ സാധിച്ചില്ല. കൂടാതെ ആ പൊതിയുടെ കാര്യവും ഇവിടെ പറയുന്നുണ്ട്. തറവാട്ട് സ്വത്ത് വിറ്റിരിക്കുന്നു. ആ വിറ്റതിൽ നിന്നും മാധവന്റെ അമ്മയ്ക്കും മാധവനുമുള്ള ഓഹരി 2 ലക്ഷം രൂപ, അതാണ് ആ പൊതിയിലുള്ളത്. അതും മാധവന് നൽകാനായിട്ടാണ് അച്യുതമാമ എത്തിയത്. വളരെ നല്ല ഒരു കഥ, വളരെ നല്ല ഒരു ആശയം ഈ കഥയിൽ ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ തിരക്ക് മനുഷ്യനെ അവന്റെ നന്മകളിൽ നിന്നും ഇല്ലാതെയാക്കുന്നു. അവനെ സ്നേഹിക്കുന്നവരിൽ നിന്നും അകറ്റുന്നു. സ്നേഹബന്ധങ്ങൾ തകരുന്നു. ഇവിടെ നമുക്ക് ജീവിക്കണമെങ്കിൽ പരസ്പരം സ്നേഹം വേണം. മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും ഒപ്പം സ്നേഹത്തോടെ കഴിയണം. അവരെ സ്നേഹിക്കണമെങ്കിൽ, അവരുടെ സ്നേഹം ലഭ്യമാകണമെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തി അവരോടൊപ്പം ഇരിക്കണം, സംസാരിക്കണം. സമയം കണ്ടെത്തി നമ്മൾ അവരോടൊപ്പം കഴിയണം. അപ്പോൾ മാത്രമാണ് ജീവിത ബന്ധങ്ങൾ ഭദ്രമാകുകയുള്ളൂ. സ്നേഹം കൊടുത്താലേ സ്നേഹം ലഭിക്കുകയുള്ളൂ എന്നൊരു ചൊല്ലു തന്നെയുണ്ടല്ലോ. തിരക്ക് പിടിച്ച ഈ ജീവിതത്തിൽ ആ തിരക്കുകൾക്കിടയിലും മറ്റുള്ളവരെ, നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഇത്രയുമാണ് ഈ പാഠത്തെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരുവാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാഠത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടെത്താം. അതുവരെ എല്ലാവർക്കും